മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവ. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ കടുവ പശുവിനെ ആക്രമിച്ചു. പുല്ലങ്കോട് സ്വദേശി നാസർ കന്നുകാലികളെ മേയ്ക്കുന്നതിനിടെയാണ് പശുവിനെ കടുവ പിടികൂടിയത്. കടുവയെ കണ്ടതോടെ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഒരു ജീവൻ പൊലിഞ്ഞതാണ് ആ മേഖലയിൽ തന്നെ. ആ പുലിയെ പിടികൂടിയത് എന്നിട്ടും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മലപ്പുറം കാളികാവിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കാളികാവിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ കടുവ പശുവിനെ ആക്രമിച്ചിരിക്കുകയാണ്. പുല്ലങ്കോട് സ്വദേശി നാസർ കന്നുകാലികളെ മേയ്ക്കുന്നതിനിടെയാണ് പശുവിനെ കടുവ പിടികൂടിയത്. കടുവയെ കണ്ടതോടെ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, കാളികാവിൽ ഒരിക്കൽ കടുവയെ പിടികൂടിയതാണ്, ഒരു ജീവൻ പൊലിഞ്ഞതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, അതുതന്നെയാണ്. നിലമ്പൂർ കാളികാവ് മേഖലയിൽ വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു. ഒപ്പം തന്നെ കടുവയുടെ ആക്രമണം തന്നെയാണ് നേരിട്ട് ഉണ്ടാകുന്നത്. അതൊരു ഈ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ്. ഈ തൊഴിലാളി 24 പശുക്കളുമായി അവിടെ പശുക്കളെ മേയ്ക്കുന്നതിനിടയിലാണ് ഒരു പശുവിന് മേൽ ചാടി വീഴുന്നത് ഈ കടുവ. ഉച്ചയ്ക്ക് 11:30 മണിക്കാണ് സംഭവം. ഉടനെ ഇത് കണ്ട് ഭയന്ന അബ്ദുൽ നാസറും ഓടി അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ആൾക്കാരെ കൂട്ടി വന്ന് ബഹളം വെച്ചതിനെ തുടർന്നാണ് ഈ കടുവ അവിടെ നിന്നും മാറുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ ആ പശുവിനെ അവിടെ നിന്നും വിദഗ്ധ ചികിത്സ നൽകുന്നതിനും മറ്റുമായി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനെ കഴുത്തിനും ഒപ്പം തന്നെ കാലിനും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാളികാവ് മേഖലയിൽ ഒരു കടുവയെ പിടികൂടി ഏകദേശം ഒരു 10 ദിവസം കൂടി പൂർത്തിയാവുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു കടുവ ഉണ്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെടുന്നതും അത് ഏറെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് പ്രദേശവാസികളെ. നിരവധി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടമാണ്. ഗ്രാമവാസികൾ നിരവധി പേരുള്ള മേഖലയാണ് കാളികാവ് മേഖല. ആ മേഖലയിലാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നു. എന്തായാലും വനംവകുപ്പ് അധികൃതർ ഇത് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട രീതിയിൽ ക്യാമറകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അഖില.